യെല്ലോ ഗായ്സ്, അപ്പോൾ യെസ് തമ്മിൽ കണ്ടതുപോലെ നോമിൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ്. പിന്നെ ഞാൻ അഹനകൃഷ്ണ സായിപ്പല്ലവി ഞങ്ങൾക്ക് ഒരു വൈബായത് കൊണ്ട് അനിയത്തിമാരെ കെട്ടിച്ചയക്കുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം. നമ്മൾ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല അവരെ കാര്യമല്ല, ഞാൻ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ വലിയ മൂടൊന്നും ഇല്ല. അപ്പോൾ ഇൻസ്റ്റയിൽ കുറേ പേര് ഇത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ പിക്ക് ഇട്ടപ്പം ഇൻസ്റ്റയിൽ കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ എവിടെയും പറഞ്ഞത് എനിക്ക് വലിയ നിർബന്ധമൊന്നും ഇല്ലേ കിട്ടണമെന്ന്. പക്ഷെ അത് വിചാരിച്ചിട്ട് എൻ്റെ അനിയത്തേക്ക് കെട്ടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്ക് കെട്ടണം എന്ന് തോന്നുന്ന സമയത്ത് ഓള് കെട്ടണം, അതാണ് അതിൻ്റെ ഒരു ശരി. ചേച്ചിമാർ കെട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇങ്ങോട്ട് വന്നിട്ട് നീ കെട്ടിട്ടല്ലേ അനിയത്തേക്ക് കെട്ടാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അവർക്ക് കെട്ടണമെങ്കിൽ അവർ കെട്ടുക. ഞാൻ കെട്ടുന്ന സമയത്ത് അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം വരികയാണെങ്കിൽ ഞാൻ കെട്ടും, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് വ്ളോഗിലേക്ക് കടക്കാൻ പോവുകയാണ് കേട്ടോ. കാരണം അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരില്ല, അതുകൊണ്ടാണ്. കാരണം ഇഷ്ടംപോലെ പേര് പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ബാക്കിൽ വരുമ്പോഴേ എനിക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പം ഈ വ്ളോഗ് എന്ന് പറയുന്നത് എൻഗേജ്മെൻറ്റിൻ്റെ മുന്നിലുള്ളത്, അതായത് പ്രീ എൻഗേജ്മെൻറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പം എൻഗേജ്മെൻറ്റ് വരെയുള്ള ചെറിയ കാര്യങ്ങളെ എല്ലാം കൂടി കുത്തിക്കയറ്റി ഞാനൊരു വ്ളോഗാക്കി ഇട്ടിരിക്കുകയാണ്. അതായത് ഈ പ്രീ എൻഗേജ്മെൻറ്റ് ഹങ്കാമുണ്ടല്ലോ, അത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അവിടെ വെച്ച് നടത്തണം, ഇവിടെ വെച്ച് നടത്തണം, പിന്നെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഒരു എൻഗേജ്മെൻറ്റ് നടത്തുന്നതിൻ്റെ മുന്നിൽ ഇത്രയൊക്കെ നോക്കണം എന്നുള്ളതുണ്ടല്ലോ. ഐ മീൻ ഒബ്വിയസ്ലി അറിയാം, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാം. പക്ഷേ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിൻ്റെ എത്രത്തോളം ഹെക്റ്റിക്കാണ് കാര്യങ്ങളെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ കാര്യങ്ങളൊക്കെ വളരെയധികം ചെടുപിടി എന്നായിരുന്നു കേട്ടോ. ഒരു സുപ്രഭാതത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു പ്രപ്പോസൽ വരുന്നു. അപ്പം അവർ പറയുന്നു എന്നാൽ പിന്നെ ഒരു ഡേറ്റിനൊക്കെ പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് അവർ രണ്ടും കൂടി പുറത്തേക്ക് പോയി സംസാരിച്ചൊക്കെ വന്ന ശേഷം അവർ പറഞ്ഞു വൈബ് നല്ല സെറ്റാണ്, ഇവിടെയും പറഞ്ഞു അവിടെയും പറഞ്ഞു. അപ്പം കാര്യങ്ങളൊക്കെ വെറുതെ വെച്ച് നീട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പം അടുത്ത ആഴ്ച തന്നെ അവർ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പം അതായത് കുഞ്ഞളിയെന്ന് വെച്ചിട്ട് എൻ്റെ അനിയത്തിയുടെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആണല്ലോ. അപ്പം കുഞ്ഞളിയൻ്റെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞു, അതായത് മിച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട്, എൻ്റെ അനിയത്തിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് വളരെയധികം പുതുമയുള്ളൊരു കാര്യമാണല്ലോ. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു സംഭവമേ നടന്നിട്ടുമില്ല. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ വീട്ടുകാർ മൊത്തം ഇങ്ങനെ ഓടി നടക്കുകയായിരുന്നു. വീട് ക്ലീൻ ആക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്തു, മറ്റേ ചെയ്തു, മറിച്ച് ചെയ്തു. എൻ്റെ പൊന്നോ, ടെൻഷൻ അടിച്ചു പോയി, ടെൻഷൻ. കാരണം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണല്ലോ അതിൻ്റെ. പക്ഷെ അവർ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാർ എന്ന് നമുക്ക് തോന്നൂലേ, നമ്മളൊരു ഫീലിംഗ് തരില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ആ ഒരു ടെൻഷനൊക്കെ ആ സമയം ഇങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നതും പ്രഷർ കുറയുന്നതും എനിക്കാണ് കേട്ടോ. എനിക്കെന്താണെന്നറിയില്ല, വെറുതെ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്താണെന്നറിയില്ല, വളരെയധികം സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു. ക്രിസ്തലോട്. അതിനുശേഷം ഇത് കണ്ടില്ലേ, ഫ്യൂച്ചർ മയ്യമ്മ ആൻഡ് മരുമോളുടെ മൾബറിച്ചോട്ടിലെ സംസാരങ്ങളൊക്കെ, അതൊക്കെ ഞാനിങ്ങനെ ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, എനിക്ക് വ്ളോഗിൽ കുത്തിക്കയറ്റുക എന്നുള്ളതല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലല്ലോ. ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോണും എടുത്തിട്ട് എല്ലാവരെയും പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുക. അതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി, എൻ്റെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം അങ്ങോട്ടേക്ക് വരണമല്ലോ. അപ്പം അതും ക്ഷണിച്ചിട്ട് അവരങ്ങോട്ട് പോയി. അപ്പം പിറ്റേ ദിവസം അല്ല, ഒരു 2-3 ദിവസത്തിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. മിച്ചോട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ടെൻഷനുണ്ടോ, കാരണം ചെക്കൻ കാണാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പം അവരുടെ വീടൊക്കെ കാണാൻ പോവാണല്ലോ ആര്, മിച്ചനി എന്തായാലും അവിടെയാണല്ലോ താമസിക്കുന്നത്. അപ്പം അതിൻ്റെ ടെൻഷൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചാൽ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞോണ്ടിരിക്കുന്നുണ്ടേ. മുഖത്തേക്ക് അവരുടെ ടെൻഷനൊന്നും കാണിക്കുന്നില്ലെങ്കിലും ചെറുതായിട്ട് ഉള്ളിലുണ്ട് എന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ അതൊക്കെ ഞാൻ നല്ല രീതിക്ക് മുതലെടുപ്പുണ്ടായിരുന്നു. ഞാൻ ചൊറിച്ചിൽ നിർത്തിയിട്ടേ ഇല്ല. ഒരു ചേച്ചി എന്ന നിലയ്ക്ക് അനിയത്തിനെ ചൊറിയ എന്ന് പറയുന്നത് എൻ്റെ അവകാശമാണ്. അവകാശമാണ്. അതുകൊണ്ട് ഞാനത് ചെയ്തിരിക്കും. അങ്ങനെ നമ്മളത് അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കയറിയുള്ള തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തിന്നാന്ന് മാത്രമായിരുന്നു, അല്ലാണ്ട് വേറെ പണിയൊന്നും എനിക്ക് അവിടെ ഇല്ലല്ലോ. ഈ വ്ളോഗ് പിടുത്തമല്ലാണ്ട് എൻ്റെ മെയിൻ ഉദ്ദേശം തിന്നാന്നുള്ളതായിരുന്നു. അപ്പം നല്ല ഞാനിങ്ങനെ കാഷ്യൂനട്ടും ഡ്രിങ്കും എല്ലാം കുടിച്ച് മതിമറന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കാൻ വേണ്ടി പോയി. എന്നെ ഒരു ദാക്ഷിണ്യമില്ലാതെ എൻ്റെ അനിയത്തി അടിച്ച് പുറത്താക്കി. സാരമില്ല, ഞാൻ എന്ത് ചെയ്തു, ഞാൻ പോയിട്ട് കുറച്ച് ഓൾഡ് പൂക്കീസ് ഉണ്ടല്ലോ, ആ പൂക്കീസിൻ്റെ അടുത്ത് ഞാൻ പോയി ചില്ല് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അവിടെ ചാമ്പക്കമരം ഉണ്ടായിരുന്നു, റംബൂട്ടാൻ മരം ഉണ്ടായിരുന്നു. റംബൂട്ടാൻ ആ സമയത്ത് പഴുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞാനതൊക്കെ സാരമില്ല, നോട്ട വിട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ നോക്കി ചാമ്പക്കൊക്കെ കഴിച്ച് അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് ചില്ല് ചെയ്തിരുന്നു.
അതിനുശേഷം അന്ന് ഞങ്ങൾ പോയ ദിവസം എൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർ കേക്കൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുഞ്ഞളിയൻ്റെ വകയാണ് തോന്നുന്നു കേക്ക്. അപ്പോൾ അടുത്തത് കേക്ക് കട്ടിങ് സെറമണിയിലേക്ക് പോവുകയാണ് കേട്ടോ. എനിക്ക് കണ്ടു നിൽക്കുന്ന വെള്ളം വന്നു, കാരണം ഞാൻ കുറച്ച് നേരമായിട്ട് വിശന്ന് ഇങ്ങനെ പൊരിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, കാരണം അതിനെക്കാട്ടും വലിയ വലിയ കാര്യങ്ങളാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മൂത്ത കുട്ടിക്ക് വിശപ്പ് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ പൂച്ചിട്ട് തള്ളില്ലടാ എന്നെ. അതുകൊണ്ട് ഞാനിങ്ങനെ മിണ്ടാണ്ടൊരു മൂലയ്ക്ക് ഇരുന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ കേക്ക് കണ്ടപ്പോഴുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കേക്ക് കട്ട് കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ സ്മാരകമാണ് ഈ ഞാൻ മൂത്ത കുട്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ വലിയ പീസും കൂടെ വായിലിട്ട് തിന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് എന്താ വെച്ചാൽ ചെയ്തോ എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ മടപട അടിച്ച് കയറ്റുകയായിരുന്നു കേക്ക്. ആരുടെ ആനിവേഴ്സറി ആണ്, എന്താണ് ഉദ്ദേശം, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഞാൻ കേക്ക് കഴിച്ചു, കറിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ടിങ്ങിന് ശേഷം ഞാൻ കാത്തിരുന്ന നിമിഷം വന്നിരിക്കുകയാണ്. മെയിൻ ഫുഡിലേക്ക് കടക്കാൻ പോവുകയാണ്. ഈ പത്തിരി ആൻഡ് ബീഫ് ഉണ്ടല്ലോ, ചത്താലും ഞാൻ മാർക്കില്ല, അതൊരു ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്താണെന്നറിയോ, ഒരു 4-5 പത്തിരിയും ഒരു 4-5 കയ്യിലും കൂടി ബീഫ് ഇങ്ങനെ എടുത്തിട്ടിട്ട് ഇങ്ങനെ മുക്കി കഴിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമായിരുന്നു. കാരണം ഞാനൊന്ന് കുറച്ചൊന്ന് എന്താ പറയുക, നമ്മളൊരു ഒന്നില്ലെങ്കിലും അനിയത്തി കെട്ടിക്കയറാൻ ചെല്ലുന്ന ഒരു വീടാണല്ലോ, പിന്നെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ കയറി ചെന്നത്. ഒരു ചേച്ചി എന്ന നിലയ്ക്ക് ലേശം ഒരു സ്റ്റാൻഡേർഡൊക്കെ നമ്മൾ പാലിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ കുറച്ച് സംസ്കാരം ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ്. കുഴപ്പമില്ല. അപ്പോൾ ചെക്കൻ കാണൽ പെൺ കാണൽ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളൊരു മുഹൂർത്തം കൂടി നോക്കി വെച്ചിട്ട് ഹോൾ നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കോഴിക്കോട് മെജസ്റ്റിക് ഹാളിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ കുറേ റിലേറ്റീവ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നത് എൻഗേജ്മെൻറ്റ് റിസപ്ഷൻ ഇതൊക്കെ നടത്തിയത് മെജസ്റ്റിക് ഹാൾ വെച്ചിട്ടാട്ടോ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മെജസ്റ്റിക് ഹാൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി കാര്യങ്ങളൊക്കെ എല്ലാം നോക്കിയ ശേഷം നമ്മൾ പോവുകയാണ്. ഞാനും അച്ഛനും പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. കാരണം എൻ്റെ കൈക്ക് ഒരു നല്ലൊരു മുട്ടപ്പണി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്തതായിരുന്നു ബാത്റൂം. അതിൽ നല്ല വൃത്തികെട്ട ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അമ്മേനെയും മിച്ചുവിനെയും ഞങ്ങൾ കസവ കേന്ദ്രയിലേക്ക് ഇറക്കി വിട്ടു. അപ്പം മൈത്ര ഹോസ്പിറ്റലാട്ടോ പോയത്. ആദ്യം തന്നെ ബൺ ക്ലബിൽ കയറി നല്ലൊരു കോൾഡ് കോഫിയും കൂടി കുടിച്ചു, ഒരു ഗാർലിക് ബ്രെഡും കൂടി കഴിച്ചു. അതിനുശേഷം നമ്മൾ പോയിരിക്കുകയാണ്. അപ്പം എനിക്ക് നോക്കിയ സമയത്ത് വലിയ പ്രശ്നമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ MRI എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് നല്ല പെയിനും ഉണ്ട്, കൈ ഇങ്ങനെ മൂവ് ചെയ്യണ സമയത്ത് നല്ല ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും എന്താ പറയുക, നമുക്കിനിയിപ്പം ഇങ്ങനെ നോക്കിയിട്ട് അറിയാത്ത വല്ല പണികളും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് MRI ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ട്. അപ്പം അതിന് മുന്നേ എല്ലാവർക്കും നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം ഹോളൊക്കെ നോക്കി വന്നപ്പോഴേക്കും നമുക്ക് വിശക്കെന്ന് പറയും. ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ്, വിശപ്പൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ കൂടപ്പറപ്പായതുകൊണ്ട് എന്തായാലും അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പം MRI എടുക്കുന്നതിന് മുന്നിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആഭരണങ്ങളൊക്കെ ഊരി വെച്ചിട്ട് നമ്മളിതാ പോവുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരൊറ്റ കടയിൽ കയറിയപ്പോഴേക്കും ക്ഷീണിച്ച് വന്ന നമ്മുടെ ബ്രൈഡിന് ജീവിതം തന്നെ എടുത്തു പോയി. ഒരു രജിസ്റ്റർ മാരേജിൽ ഒതുക്കിയാലോ എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക് ഈ നിമിഷത്തിൽ? അതെനിക്ക് ഇറക്കുന്നുണ്ട്. റോസ്റ്റഡ് ചിക്കൻ കഴിക്കുക, പീസ് സജിക്കുക, ഇതാണ് കുട്ടികളെ പറയുന്നത്. നമ്മൾ കല്യാണം കഴിക്കരുത് ഇപ്പം മനസ്സിലായില്ലേ? മണിക്കൂറുകൾക്ക് ശേഷം അച്ഛൻ്റെ ധരിക്കുന്നു. എൻ്റെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പുക മാറുന്നത് കാണുന്നുണ്ടോ? ഓഹോ, ഒടുക്കത്തെ. അതുകൊണ്ട് ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മൾ പിന്നെയും MRI എടുക്കാൻ പോവുകയാണ്. അപ്പം MRIയിൽ കാണിക്കുന്നത്ര പ്രശ്നങ്ങളൊന്നും എൻ്റെ കൈക്കില്ല. പക്ഷേ എനിക്ക് എന്തൊക്കെയോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തു. അതായത് ഒരു ബാൻഡൊക്കെ വെച്ചിട്ട് എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി, കുഴപ്പമില്ല, റെഡി ആയിക്കോളും. പിന്നെ അവർ എനിക്ക് തോന്നുന്നത് വൈറ്റമിൻ ഗുളിക എന്തോ എഴുതാൻ തരുന്നു തോന്നും. അപ്പം അതും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിലും എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് വാങ്ങിക്കുകയാണെങ്കിലും ഇപ്പം തുണിയെടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് അല്ലേ? കാരണം ഈ ഡ്രസ്സിന് എവിടെ ഇടാനാണ്? എന്തായാലും മടക്കി കൂട്ടി ഷെൽഫിൽ വെക്കും എന്നല്ലാണ്ട് ഇത് തൊടാൻ പോകുന്നില്ല. എൻഗേജ്മെൻറ്റിന് അന്ന് ഇട്ടു, ഊരി വെച്ചു എന്നല്ലാണ്ട് വേറെ എവിടെയും ഇത് ഉപയോഗിക്കാൻ പോകുന്നില്ല. അപ്പം പിന്നെ വെറുതെ എന്തിനാ കാശ് കളയുന്നത്? അപ്പം ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണ്? റെൻ്റ് എടുക്കുക. അപ്പം അതിന് വേണ്ടി നമ്മൾ പോയിരിക്കുകയാണ് അല്ലൂറ. ഇത് ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ കുറച്ച് റീൽസൊക്കെ കണ്ടു കേട്ടോ, ആൾക്കാർ ഈ റെൻ്റ് എടുക്കുന്നത്. അപ്പം ഏറ്റവും വലിയ നല്ലൊരു ഓപ്ഷൻ അതാണല്ലോ. അപ്പം അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ്. അപ്പം സംഭവം നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. നല്ല കുറച്ച് പ്രൈസ് റേഞ്ചിൽ നിന്ന് നല്ല കൂടിയ ഇനം പ്രൈസ് റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക. അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ.
അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് നോക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കിങ്ങനെ കൺഫ്യൂഷനായി ഏതെടുക്കും എന്തെടുക്കും എന്നുള്ള കൺഫ്യൂഷനാണ്. മിച്ചുവിനാണെങ്കിൽ കുറച്ചും കൂടി ലൈറ്റസ്റ്റ് സാധനങ്ങൾ മതി. അതായത് ഓക്ക് നടക്കാനും പറ്റണം, ഇരിക്കാനും പറ്റണം, ശ്വാസം എടുക്കാൻ പറ്റണം, പിന്നെ ഡാൻസ് ഉണ്ടെങ്കിൽ 2 ഡാൻസ് സ്റ്റെപ്പും കളിക്കാൻ പറ്റണം. അപ്പം അതിനനുസരിച്ചുള്ള ഒരു സാധനമാണ് കേട്ടോ. അപ്പം ഓരോന്നൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ പച്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മിച്ചുവിന് അത് കുറച്ച് അൺകംഫർട്ടബിൾ ആയിരുന്നു. കാരണം നമുക്ക് കുറച്ചതൊരു എന്താ പറയുക, ഒരു ഹെവി സാധനമായത് കൊണ്ട് ഇത്രയും കംഫർട്ടബിൾ. പിന്നെ നമ്മൾ ലുക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമ്മുടെ കംഫർട്ടാണല്ലോ ഏറ്റവും വലുത്. അങ്ങനെ പിന്നെയും തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവത്തിനെ കിട്ടുന്നത് കേട്ടോ. കണ്ടപ്പോൾ തന്നെ മിച്ചുവിന് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു. കാരണം കാണുമ്പോഴും കൊള്ളാം, സാധനം സിമ്പിളാണ്, വലിയ ആർഭാടമൊന്നുമില്ല. ഇട്ട് കഴിഞ്ഞപ്പോഴും മിച്ചുവിന് വേണ്ടി ഉണ്ടാക്കിയതുപോലെ ആയിരുന്നു. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ഫിറ്റ് ആയിരുന്നു. പിന്നെ മിച്ചു 2 സ്റ്റെപ്പൊക്കെ ഇട്ട് നോക്കി, അപ്പോഴും ഫിറ്റ്. എന്നാൽ പിന്നെ വേറെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. ബഡ്ജറ്റും നമുക്ക് നമ്മുടെ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇതാണ് എന്താ പറയുക, ഇങ്ങനെ യൂണിവേഴ്സ് ഇങ്ങനെ കൊണ്ടുവന്ന ഡ്രസ്സ് എന്നൊക്കെ പറയില്ല, അതുപോലെയായിരുന്നു കേട്ടോ. കാരണം മിച്ചുവിന് ഇങ്ങനെ നല്ല സിമ്പിൾ കംഫർട്ടബിൾ സാധനമാണ് മിച്ചുവിന് ഇഷ്ടം. അങ്ങനെ ഇതങ്ങോട്ട് ഉറപ്പിക്കുകയാണ്. പിന്നെ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നേ, ഈ ഡ്രസ്സ് മിച്ചുവിന് ഇടാൻ വേണ്ടി സഹായിക്കുന്നു, ഊരുന്നു, പിന്നെ അതെല്ലാം കൊണ്ടേ വെക്കുന്നു. അത് ചെയ്തപ്പോഴേക്കും ഞാൻ ചത്തു. ഞാൻ സത്തിട്ടെ, എനിക്ക് വേറൊന്നും പറയാനില്ല. അപ്പം ഞാൻ വിചാരിക്കുക, ഈ ഈ ഹെവി ഡ്രസ്സ് മിച്ചം എടുത്തത് ആക്ച്വലി കുറച്ചും കൂടി ലൈറ്റ് സാധനമാണ്. എന്നാലും ഉണ്ട് ഈ മറ്റേ ഫോൾ എന്നല്ലേ പറയാം, ആ സാധനം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഡ്രസ്സ് ഇങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു സാധനമൊക്കെ ഇട്ട് വരുമ്പോഴേക്കും കുറച്ച് വെയിറ്റ് ഉണ്ട്. അത് എത്രത്തോളം നമ്മൾ ലൈറ്റ് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഉണ്ടാവും. അപ്പം ഇതിനെക്കാട്ടും കൂടുതൽ ഹെവി സാധനവും ഹെവി ജ്വല്ലറി, മേക്കപ്പ് ഇതൊക്കെ ഇട്ടിട്ട് ഇരിക്കാനും കൂടി ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. കാരണം ഗസ്റ്റ് വരുന്ന സമയത്ത് ഇവരുടെ കൂടെ ഇങ്ങനെ നിന്ന് പോസ് ചെയ്ത് ചിരിച്ച് ഇവരാരാണ് ഏതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് എല്ലാം കൂടി ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ ആലോചിക്കുക, ഇവരൊക്കെ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഞാൻ ഇടല്ല ചെയ്യണത്, ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുക്കുന്നത് പോലും എനിക്ക് പറ്റുന്നില്ല. അപ്പം പിന്നെ ഇവരൊക്കെ അവേഴ്സ് ഇവരിങ്ങനെ നിൽക്കണ്ടേ? അമ്മേ, ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടല്ലോ. ഞാൻ വിചാരിക്കും, ഞാനൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പിറ്റേ പുറത്ത് ഞാൻ പോയാണ്. എനിക്ക് കല്യാണം വേണ്ട, ഒരു കോപ്പ് വേണ്ടെന്ന് കണ്ട് ഇത് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റിയ പണിയല്ല അത് എന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി. ആ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. എല്ലാ ബ്രൈഡ്സിനും, ബ്രൈഡായിട്ടുള്ള ആൾക്കാർക്കും എൻ്റെ നമ്മവക നമിച്ചിരിക്കുന്നു. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. യു ആർ ഗ്രേറ്റഡാ, യു ആർ ഗ്രേറ്റ്. അങ്ങനെ ഡ്രസ്സൊക്കെ സെറ്റായി. പിന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ആക്ച്വലി ഈ എൻഗേജ്മെൻറ്റിൽ വളരെയധികം കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ആ കൂടെ 200 പേരോ അങ്ങനെ എന്തോ ഉള്ളൂ. അതും ക്ലോസ് റിലേറ്റീവ്സ്, ക്ലോസ് ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇവരെയാണെങ്കിൽ ബാലുശ്ശേരി ആ ഒരു ഏരിയയിലുള്ള ആൾക്കാരും. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി കെട്ടിപ്പറക്കി കോഴിക്കോട് ടൗണിലേക്ക് പോകണം. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ എന്തോ യാത്രയുണ്ട് ഇവിടുന്ന് കോഴിക്കോട് ടൗണിലേക്ക്. അപ്പോൾ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? അപ്പം മെജസ്റ്റിക്കിനെക്കാട്ടും നല്ലത് തൊട്ടടുത്തുള്ള ഏരിയയിലുള്ള ഏതെങ്കിലുമൊക്കെ നോക്കുന്നതല്ലേ എന്നുണ്ട്. പിന്നെ അതിനായി ചിന്ത മൊത്തം ഏതാണ് നല്ലത്, ഏത് ഹോളാണ് നല്ലത്, നമ്മൾ ബഡ്ജറ്റിന് ഒതുക്കുന്നതും നല്ല ആംബിയൻസ് ഒക്കെ ഉള്ള ഏത് ഹോളാണ് തപ്പി നടക്കുമ്പോഴാണ് നമ്മൾ ഇവൻസ കൺവെൻഷൻ സെൻറ്റർ കാണുന്നത് കേട്ടോ. ഇവൻസ ഉള്ളിയേരി ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ചിലപ്പോൾ മെജസ്റ്റിക് ആവാം, ചിലപ്പോൾ ഇതാവാം, എന്തായാലും പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാണ്. പക്ഷെ പോയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇതായിരിക്കും നമ്മൾ ഉറപ്പിക്കാൻ പോകുന്നത്. കാരണം നല്ല പാർക്കിംഗ് സ്ഥലവും ഉണ്ട്, നല്ല ആംബിയൻസുമാണ്. പക്ഷെ നമുക്ക് ഉള്ളിലേക്ക് കയറി നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ഓൾറെഡി ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, ഒരു മാരേജ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് ഇത് നോക്കുന്നതെന്ന് പറഞ്ഞൊരു ചടപ്പാണല്ലോ. പിന്നെ നമ്മളിങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. കാരണം എല്ലാവരും നമ്മൾ തന്നെ നോക്കുന്നത്. കാരണം അവരൊക്കെ കല്യാണം ആർഭാടം ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമ്മളുണ്ട് ജീൻസൊക്കെ ഇട്ടിട്ട് ഞാൻ എന്നൊക്കെ നടന്നു വരുന്നത്. ഈ ചടപ്പായി പോയി. അപ്പം നമുക്ക് ഹോൾ നോക്കാനും പറ്റിയില്ല. കാരണം നമ്മളുടേത് ചെറിയ ഹോള് മതിയല്ലോ നമുക്ക് എൻഗേജ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെ കല്യാണം ആയതുകൊണ്ട് ആ ഹോളാണ് അവർ ഫുഡ് കൊടുക്കുന്ന സ്ഥലമാക്കി എടുത്തത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് കയറി നോക്കാനൊന്നും പറ്റില്ല. എന്തായാലും നമ്മൾ ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ നോക്കി വെച്ച് ഏകദേശം ഉറപ്പിക്കാന്നുള്ള രീതിയിൽ കൈയൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ചങ്ങോട്ട് ഇറങ്ങി. എന്തായാലും ഞാൻ നോക്കി വെച്ചത് അവരുടെ എന്താ പറയുക, നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇവർക്ക് എന്തായാലും പറന്ന് നടന്ന് കപ്പിൾ ഷൂട്ടൊക്കെ നടത്താം. നമുക്കാണെങ്കിലും ഒരു 100 ഫോട്ടോസ് കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. അപ്പം ഹാപ്പിയായിരുന്നു, സംഭവം ഹാപ്പിയായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ശുഭകരമായി നമ്മളതാ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ അത് നടന്നു. പിന്നെയാണ്
കുഞ്ഞളയൻ്റെ കസിൻസ് എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പം മിച്ചുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക പിന്നെയും ഒരു പെണ്ണ് കാണുന്ന ചടങ്ങ് പോലെ അവരിങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന കസിൻസിൻ്റെ കൂടിയാണ് കുഞ്ഞളീനെയും കൂടി വരുന്നത്. ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്നത് ഒരു എന്താ പറയുക പെണ്ണ് കാണാൻ, ഒഫീഷ്യൽ പെണ്ണ് കാണാനൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നത് അതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചതോ വീഡിയോ ഒക്കെ എടുത്ത് വെക്കാം ആദ്യം മുതലേ ഇങ്ങനെ മിച്ചിങ്ങനെ നാണത്തോടു കൂടി ജ്യൂസൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരാൾ ജ്യൂസും കൊണ്ട് ഒരു ഒറ്റ ഓട്ടം. എനിക്ക് തോന്നുന്നത് വളരെയധികം ആക്രാന്തം കൂടി നിന്ന് ഇങ്ങനെ ചെക്കന് ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ബാക്കിൽ ഫോണും പിടിച്ച് ഓടെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്ര കിട്ടിയുള്ളൂ. എനിവേ കുഴപ്പമില്ല. എന്നാലും അത് വളരെയധികം മനോഹരമായിരുന്നു കേട്ടോ. മിച്ചിൻ്റെ നാണമൊക്കെ കാണാൻ വരുന്നത്. പക്ഷേ എൻ്റെ അനിയത്തി നാണം വരുന്നത്. അപ്പം ഞാനൊരു ബൂർഷത്തണ്ടി ആയിരുന്നു. രണ്ടുപേരെയും കൊണ്ട് വ്ളോഗിന് വേണ്ടിയിട്ട് കൊടുക്കൂ, മൈസൂർ പാർക്ക് കൊടുക്കൂ, പിന്നെ ജ്യൂസ് കൊടുക്കൂ, ചായ കൊടുക്കൂ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൂ, എനിക്കും വ്ളോഗ് വേണമല്ലോ. അപ്പം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ കൊണ്ട് വളരെയധികം പണിയെടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ ക്യാമറയും കൊണ്ട് പോകും. അങ്ങനെ കുറേ ഇതൊക്കെയാണ് അന്ന് നടന്ന കാര്യങ്ങൾ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. കുഞ്ഞാളിയൻ CA പാസ്സായതിൻ്റെ ട്രീറ്റ് കസിൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരിങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വരുന്ന സമയത്താണല്ലോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ നീണ്ട് പോവുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ പ്രപ്പോസൽ വരുന്നത്, മിച്ചമായിട്ട് എന്താ പറയുക ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ട്രീറ്റ് കൊടുക്കുകയാണെങ്കിൽ കെട്ടാൻ പോകുന്ന പെണ്ണിനും കൂടി കൊടുക്കണമല്ലോ. അപ്പോൾ കെട്ടാൻ പോകുന്ന പെണ്ണിന് കൊടുക്കണമെങ്കിൽ ഞങ്ങൾ ഈ 3 അനാഥ പ്രേതങ്ങളുണ്ടല്ലോ, ഞാനും അച്ഛൻ അമ്മയും കൂടി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് കൂടി കൊടുക്കണമല്ലോ. അപ്പം ഞങ്ങളും കൂടെ ചെല്ലുമല്ലോ. അങ്ങനെയാണ് ഈ ഒരു എന്താ പറയുക ഒരു ഡേ ഉണ്ടായത് കേട്ടോ. കാരണം കസിൻസ് ഇങ്ങോട്ട് വരുന്നു. തൊട്ടടുത്ത് തന്നെ 14's റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് ഞാൻ വേറെ ഏതോ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട് 14's റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട്. വളരെയധികം മനോഹരമായ റെസ്റ്റോറൻറ്റാണ്, വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുമെന്ന് വിചാരിച്ചു. വെള്ളം വരുന്നത്. അപ്പം അങ്ങോട്ടേക്ക് പോകുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ട്രീറ്റ് കൊടുക്കാമെന്ന് വെച്ച് നമ്മൾ അത് അങ്ങോട്ടേക്ക് പോവുകയാണ്. എനിക്ക് എല്ലാ ബ്ലോഗിലും കുത്തിക്കയറ്റാനുള്ളതാ. എവിടെ പോയാലും പുച്ഛം. ഒരു വ്ളോഗറുടെ രോദനം അതൊരു വ്ളോഗർക്ക് മാത്രമല്ലേ മനസ്സിലാവുള്ളൂ. പക്ഷെ സാരമില്ല, പുച്ഛമൊക്കെ ഞാൻ മാറ്റിവെച്ച് ഒരു എളുപ്പമില്ലാതെ പിന്നെയും എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എൻ്റെ കയ്യൊപ്പത്താതെ ആരെയും ഞാൻ ഫുഡ് കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല. അപ്പം അതിനൊക്കെ ശേഷം വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ മിച്ചുവിൻ്റെ ഫ്യൂച്ചർ അമ്മയമ്മ അതിൻ്റെ അമ്മയച്ഛൻ്റെ ആനിവേഴ്സറി കൂടിയായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ വക ഒരു ചെറിയൊരു സ്നേഹോപകാരം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കലാപരിപാടിക്ക് ശേഷം ബാക്കി വന്ന ഫുഡും വീട്ടിലേക്ക് കൊണ്ടുപോയി നമ്മളിതാ ഈ ദിവസവും മനോഹരമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ദിവസം എന്ത് സംഭവിച്ചു? അടുത്ത ദിവസം നമ്മൾ മലബാർ ഗോൾഡിലേക്ക് റിങ് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിരുന്നല്ലോ. അപ്പം മിച്ചുവിൻ്റെ സൈസിലുള്ള റിങ്ങിൽ കുഞ്ഞളേൻ്റെ പേര് എഴുതി വെക്കണമല്ലോ. അതെനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്. അതന്നെ മിച്ചുവിൻ്റെ സൈസിലെ റിങ്ങിൽ കുഞ്ഞളിയൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലേക്ക്. നമ്മുടെ മാവൂർ റോഡിലുള്ള മലബാർ ഗോൾഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ മിച്ചു വളരെയധികം തകൃതിയായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് നല്ലത്, ഏതാണ് നൈസ് എന്നുള്ളത്. ഞാൻ എന്തിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അവരുടെ മനോഹരമായ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. വാ. പിന്നെ ആ ദിവസം നമുക്ക് റിങ് നോക്കൽ മാത്രമല്ല കേട്ടോ, നമുക്ക് റെന്റൽ എടുക്കാണ്ടായിരുന്നു, ജ്വല്ലറി കൂടി റെന്റൽ എടുക്കാണ്ടായിരുന്നു. അതും അതേപോലെ തന്നെ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല, വേസ്റ്റ് ആണ്. കാരണം കുറച്ചൊരു ഹെവി സാധനം നോക്കണമല്ലോ. അപ്പം അതിന് മുന്നേ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു പാരഗണിലേക്ക്. വളരെയധികം വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ഉച്ച സമയത്ത് പാരഗണിലേക്ക് പോയി കഴിഞ്ഞാൽ ആർക്കാണ് കയറാൻ പറ്റുക? തലേ ദിവസം അതിൻ്റെ മുന്നത്തെ ദിവസം ബുക്ക് ചെയ്യണമായിരുന്നു. എന്നാൽ പിന്നെ ചിലപ്പോൾ കയറാൻ പറ്റിയായിരുന്നു. പക്ഷെ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് നടപടിയാവുന്ന ഒരു കേസായിരുന്നില്ല. കാരണം ഉച്ച സമയത്ത് നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ റെൻ്റൽ എടുക്കാൻ പോകുന്ന ജ്വല്ലറി ഗോൾഡൻ കപ്പിലാട്ടോ. അപ്പം നമ്മളിങ്ങനെ ഈ റെൻ്റൽ എടുക്കുന്നത് കുറച്ചിങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാറില്ല പിന്നെ എപ്പോഴെങ്കിലും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ചങ്ക് പറഞ്ഞത് ഗോൾഡൻ കപ്പിലാ നല്ല രീതിക്ക് തിരക്കുള്ള സമയമാണ്. ഈ കാലിക്കറ്റുള്ള ഒട്ടുമിക്ക ആൾക്കാരും റെൻ്റ് എടുത്തുകൊണ്ട് പോകുന്നത് അവിടെ നിന്നാണ്. അപ്പം നല്ല പീസ് വേണമെങ്കിൽ ഇപ്പം പോയിട്ട് മര്യാദയ്ക്ക് എടുത്ത് ബുക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ പാരഗൺ സ്വപ്നങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ ഗോകുലത്തേക്ക് പോവുകയാണ്. ഗോകുലത്തിൽ നിന്ന് വെട്ടി വിഴുങ്ങിയിട്ടാണ് നമ്മൾ ഗോൾഡൻ കപ്പിലേക്ക് പോകുന്നത്. അപ്പം സംഭവം കൊള്ളാട്ടോ, നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ട്. ആൾക്കാർ വരുന്നു, സാധനങ്ങൾ തിരിച്ചു കൊടുക്കുന്നു, ആൾക്കാർ അവിടെ കുറേ പേർ നോക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഞങ്ങളിങ്ങനെ ഇടയിൽ കൂടെ കയറി വന്ന് നമ്മൾ നോക്കുന്നു സാധനങ്ങളൊക്കെ. അപ്പം നല്ല ഹെവി സാധനങ്ങളുണ്ട്. അപ്പം മിച്ചുവിൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കയറിയിട്ടാണ്. അപ്പം വലിയ ജ്വല്ലറി എടുത്തു കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഓക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. ഈ ഭയങ്കര ഹെവി സാധനങ്ങൾ ഇടുന്നതിന് താല്പര്യമില്ല.
അതുപോലെ ഡ്രസ്സിൻ്റെ മുകളിലത്തേക്ക് കുറച്ച് ഇങ്ങനെ നല്ലോണം ആവുകയാണെങ്കിൽ അതും ഡ്രസ്സിൻ്റെ ഭംഗി പോകുമല്ലോ. അപ്പം ഒരു മിനിമം സാധനം, ഒരു മിനിമം എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ള ഒരു കുറച്ച് വെയിറ്റ് കുറവുള്ള ഒരു അടിപൊളി സാധനമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മാറി 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 ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. ഈ ഒരു എൻ്റെ പൊന്നോ സെലക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഡ്രസ്സ് എടുക്കുന്നതും ജ്വല്ലറി എടുക്കുന്നതും എല്ലാവരും തലവേദന തന്നെയാണ്. കാരണം ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ ഏതെടുക്കും എന്നുള്ള കൺഫ്യൂഷൻ വളരെയധികം കൂടുതലാണ് കേട്ടോ. ഒരെണ്ണം എടുത്തോണ്ട് പോവാന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരെണ്ണം ഇഷ്ടാവും. എല്ലാം കൂടി ഇടാൻ പറ്റില്ലല്ലോ, ഒരു സാധനം ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറേ നേരം അവിടെ ചുറ്റിക്കളിച്ച് എനിക്ക് ഈ റോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഇറ്റ് വാസ് നൈസ്. പക്ഷേ എൻ്റെ അനിയത്തിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കൂടെ തന്നെ മാലയും എനിക്ക് തോന്നുന്നത് നെറ്റിച്ചുട്ടി, കമ്മൽ, ഇതെല്ലാം അതിൻ്റെ കൂടെ തന്നെ കിട്ടിയിരുന്നു. പിന്നെ ഈ കൈ ഇടുന്ന സാധനമല്ലേ, ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതും കൂടി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയുക, ശ്വാസം വലിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ റിങ് അവർ സൈസിനനുസരിച്ച് ചെയ്ത് പേരൊക്കെ എഴുതുന്ന ദിവസം നമുക്ക് അടുത്ത ചടങ്ങിലേക്ക് കിടക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കിടത്ത് തന്നെയായിരുന്നു. എല്ലാവരും എനിക്ക് തോന്നുന്നു എല്ലാവരും കിടത്ത് തന്നെയായിരുന്നു. കാരണം കുറച്ച് റെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഈ സാധനങ്ങളൊക്കെ നടത്തുന്നത് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഈ സാധനങ്ങളൊക്കെ നടന്നത് കേട്ടോ. ഈ ഡ്രസ്സ് നോക്കലും അത് നോക്കലും ഇത് നോക്കലൊക്കെ. അപ്പോൾ കുറച്ചൊരു റെസ്റ്റ് എടുക്കൽ പീരീഡ് ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ മലബാർ ഗോൾഡിലേക്ക് റിങ് വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. മോതിരം വാങ്ങിക്കാൻ വന്ന അനിയത്തിയും കാപ്പിക്ക് വേണ്ടി വന്ന ചേച്ചി. വാ, ഇട്ട് നോക്കി എൻ്റെ അനിയത്തിൻ്റെ നാണം കണ്ടില്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതും വാങ്ങിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ, ബാക്കിയുള്ളവർ ഡ്രസ്സ് എടുത്തിട്ടില്ലല്ലോ. പക്ഷെ അത് ഞാൻ വേറെ തന്നെ ഒരു വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. കാരണം ഞാൻ ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് ഒക്കെ ആണ് ഉദ്ദേശിച്ചത്. അപ്പം അതിൻ്റെ ഒരു വ്ളോഗ് ഇതിനു ശേഷം വരുന്നതായിരിക്കും. അപ്പം ആ കാര്യങ്ങളൊന്നും ഇതിൽ കുത്തിക്കയറ്റത്തില്ല, അതുകൊട്ടെ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഈവൻസിലേക്ക് ഒരു വിസിറ്റും കൂടി നടത്താൻ പോകട്ടെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഒരു മാരേജ് ഫംഗ്ഷൻ നടത്തുന്നുണ്ടായിരുന്നല്ലോ, ആ ചടപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പം നമുക്ക് വിശദമായിട്ടൊന്ന് കാണണം. അപ്പം ഒരു ദിവസം ഒരു ഫംഗ്ഷനൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് അവിടെ പോവാം എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ പോയിരിക്കുകയാണ്. ആദ്യം തന്നെ അവരുടെ മെയിൻ ഹോൾ നമ്മൾ കണ്ടു കേട്ടോ. കാരണം ഇപ്പോൾ കല്യാണമൊക്കെ വരാൻ പോകുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ ഈ മെയിൻ ഹോളും കൂടി നോക്കിയേക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ വിശാലമായ അവരുടെ മെയിൻ ഹോളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഹോളിലേക്ക് പോവുകയാണ്. അതും നല്ല വിശാലമായിട്ടുള്ള ഹോൾ കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു 200 പേർക്കൊക്കെ വളരെയധികം ധാരാളം ഉള്ളൊരു സ്ഥലം. അപ്പുറത്തെ സൈഡിൽ ഫുഡ്, ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ കലാപരിപാടികൾ നടത്താം. അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി എല്ലാം കൂടി ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അതും എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടെ വേറെ തലവേദന എന്ന് വെച്ചാൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നോക്കുന്നതും വീഡിയോഗ്രാഫറെ നോക്കുന്നതുമായിരുന്നു കേട്ടോ. ചറബറ ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അത് എൻ്റെ ചുമതലയായിരുന്നു. അപ്പം ഞാൻ മെസ്സേജ് അയക്കുക, അവരോട് വോട്ട് ചോദിക്കുക, എന്നിട്ട് റിപ്ലൈന് വേണ്ടി വെയിറ്റ് ചെയ്യുക, പിന്നെയും മെസ്സേജ് അയക്കുക, ഇത് മറ്റേന്ന് കുറച്ച് ഇതൊക്കെ തന്നെ. അവസാനം നമ്മൾ MD വെഡിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാ പേജ് കണ്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ടീമിനാണ് നമ്മളെ ഏൽപ്പിച്ചത് കേട്ടോ. നൈസ് ടീമായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ബാക്കി പറയാം, അടുത്ത വ്ളോഗിൽ ഞാൻ പറയാം. അപ്പം നൈസായിട്ടുള്ള ആൾക്കാർ. അപ്പം അതും ഓർപ്പിച്ച് വെച്ചു. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എൻഗേജ്മെൻറ്റിന് ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഡാൻസ് കളിക്കണമല്ലോ ഒരു രസത്തിന് വേണ്ടിയിട്ട്. കാരണം കല്യാണത്തിന് അങ്ങനെ നമുക്ക് ഡാൻസ് കളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് എൻഗേജ്മെൻറ്റിൽ ഓവറാക്കാമെന്ന് പറഞ്ഞാൽ ഡാൻസ് പഠിക്കൽ കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അത് വേറെ കോമഡി. ഇതൊക്കെ സ്റ്റെപ്പ് ഞാൻ വേണം പഠിപ്പിക്കാൻ. സ്റ്റെപ്പ് ഞാൻ ആദ്യം പഠിച്ചു കഴിഞ്ഞ് വീഡിയോ എടുത്തിട്ട് വേണം ഉള്ള ആൾക്കാർക്ക് മൊത്തം അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഇടയ്ക്ക് എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ റെസ്റ്റ് ഇൻ പീസാണ്. അപ്പം അത് കഴിയാൻ വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു. അതിനുശേഷം തപ്പാ മ്യൂസിക് തപ്പാ സ്റ്റെപ്പ് തപ്പാ, ഫുൾ കോപ്പടിയാണ്. യൂട്യൂബ് എടുക്കുന്നു, ഇവിടുന്നൊക്കെ സ്റ്റെപ്പ് എടുക്കുന്നു, ഇടുന്നു, അതൊക്കെ തന്നെ ഉള്ളു. പക്ഷെ ഇതൊക്കെ ഞാൻ ആദ്യം പഠിച്ചെടുക്കണ്ടേ, അതാണ് മടി. അങ്ങനെ എങ്ങനെയൊക്കെയോ കൂടി ഒരു നാട്ടുപാതിരയ്ക്ക് ഉറക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ നാട്ടുപാതിരയ്ക്ക് ഓരോരോ സ്റ്റെപ്പൊക്കെ നോക്കി വെക്കും. എന്നിട്ട് മിച്ചുവിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുക, വീഡിയോ എടുത്ത് അയക്കുക, ഇതൊക്കെ തന്നെ പരിപാടി. പിന്നെ ഞങ്ങളുടെ കസിൻസ് കുറച്ച് പേര് വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്നു, നമ്മൾ ഡാൻസ് സ്റ്റെപ്പൊക്കെ നോക്കുന്നു, പഠിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, വളരെയധികം മനോഹരമായിട്ട് ചെയ്യുന്നു. കാരണം വളരെയധികം കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും ചെയ്യും, ഏത് സ്റ്റെപ്പ് ഇട്ട് കൊടുത്താലും ചെയ്യും. അതുകൊണ്ട് വളരെയധികം മനസ്സമാധാനം നിറഞ്ഞൊരു കാര്യമായിരുന്നു കേട്ടോ അത്.
അങ്ങനെ കസിൻസിൻ്റെ ഡാൻസൊക്കെ ഏകദേശം മനോഹരമായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ അടുത്ത ദിവസം മിച്ചുനെ കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞാളെയും വന്നിട്ടുണ്ടായിരുന്നു, കുറേ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടിട്ട്. അതൊന്നും ഇവിടെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും തിന്നാനുള്ള സാധനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നോമ്പിനാണ്, വേറെ ആർക്കും കിട്ടാൻ പോകുന്നില്ല. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ ഔദാര്യം ഉണ്ടെങ്കിൽ, എനിക്ക് നല്ല മൂടാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നല്ലാണ്ട് വേറെ ഒന്നും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം ഇതിലേക്കായിരുന്നു. അപ്പോൾ അത് കണ്ടില്ല, ഒരാൾ പുതിയ അതിഥി എന്നുള്ള രീതിയിൽ നമ്മളെ കുഞ്ഞാറ്റ, ഞങ്ങളുടെ കൊച്ചുകുട്ടിയാണ്, മൂപ്പരൊക്കെ വന്ന് മൂപ്പരെ എല്ലാവരെയും കണ്ടിട്ട് ഒരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ട് പോയിട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം എൻഗേജ്മെൻറ്റിൻ്റെ തലേ ദിവസം എത്തിയിരിക്കുകയാണ് കേട്ടോ. അമ്മേ, അതൊരു 1.5 ദിവസമായിരുന്നു. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടാവും. ഒന്ന് അടുക്കി പറക്കാനോ ഒന്ന് വൃത്തിയാക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോഴാണ് കുറേ ആൾക്കാരൊക്കെ വരുന്നതല്ലേ, അപ്പം നമ്മളെല്ലാം നല്ല വൃത്തിയിലും വെടുപ്പിലും വെക്കണ്ടേ. നോക്കുമ്പോൾ ഒരു ബാത്റൂം എൻ്റെ കണ്ണിൽ പിടിക്കുന്നില്ല. ടോയ്ലറ്റൊക്കെ വൃത്തിയായിരുന്നു, പക്ഷെ ബാത്റൂം മൊത്തത്തിൽ ഒരു എന്തോ ഒരു അപാകത. അങ്ങനെ ഞാനത് ഗ്ലൗസൊക്കെ എടുത്തിട്ട് ബാത്റൂം ക്ലീനറൊക്കെ എടുത്ത് നമ്മളിങ്ങോട്ട് കച്ച കെട്ടി ഇറങ്ങിയാണ് ബാത്റൂം ഒന്ന് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മെഹന്തി ആർട്ടിസ്റ്റ് വരുന്നത്. നല്ല കൃത്യം പറഞ്ഞ സമയത്ത് തന്നെ ആളെത്തി. പക്ഷെ ബ്രൈഡ് ടൗണിൽ പോയിരിക്കാം. എന്നിട്ട് എത്തിയോ? എവിടെ? 1.5 മണിക്കൂറായിട്ട് ലേറ്റ്. അത് ട്രാഫിക്കിലൊക്കെ കുടുങ്ങിയിരിക്കുക പറഞ്ഞിട്ട്. അപ്പം എനിക്കാണെങ്കിൽ വളരെയധികം ചടപ്പുള്ള കാര്യമാണ് കേട്ടോ ഈ ആൾക്കാരെ വെയിറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. ഞാനല്ല വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്, പക്ഷെ ഞാനാണ് കോണ്ടാക്ട് ഒക്കെ ചെയ്തത് ഞാനാണല്ലോ. അപ്പം ഇങ്ങനെ വന്നാൽ മതി, ഈ സമയത്ത് വന്നാൽ മതി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ട് അവരെത്തിയപ്പം ആളില്ലല്ലോ. പിന്നെ ഞാനിങ്ങനെ അവരെ മുന്നേ പോയി സോറിയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ബാത്റൂം ക്ലീനിങ് ഉണ്ടല്ലോ അതിലേക്ക് മുഴുകാൻ പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ജോലി അങ്ങനെ ചെയ്യില്ല, പക്ഷേ ഒരു കാര്യത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചത്ത് പണ്ടാറടങ്ങിയിട്ടേ ഞാൻ പിന്നെ അവിടെ നിന്ന് എണീക്കുള്ളൂ. അരുതരുതായിരുന്നു, ഒരിക്കലും അരുതരുതായിരുന്നു. കാരണം പിറ്റേ ദിവസം എൻ്റെ അനിയത്തിയുടെ എൻഗേജ്മെൻ്റ് ആണ്. എനിക്ക് ഡാൻസ് കളിക്കാനുണ്ട്, എനിക്ക് ഓടി നടക്കാനുണ്ട്. എന്നിട്ടാണ് ഞാൻ ഇമാതിരി പണിക്ക് വേണ്ടി പോയത്. കാരണം ഞാനാണെങ്കിൽ ഫുള്ള് ഒരച്ചൊരച്ച് തേച്ച് കഴുകി അതിനെങ്ങനെ വെട്ടിത്തിളച്ച് പണ്ടാറടങ്ങി ഒന്ന് എണീക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ നടുലോക്കായി, എനിക്ക് വരെ നടക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ നമ്മൾ താറാവ് നടക്കൂലേ, അതുപോലെയാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. കാരണം നടു ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഈ ഒരു പൊസിഷൻ, താറാവിൻ്റെ പൊസിഷനില്ലേ, ആ പൊസിഷനിലാണ് നോമ്പ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ട് ഞാൻ ഇങ്ങനെ നടക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മിച്ചു വന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് മെഹന്തി ആർട്ടിസ്റ്റിൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇപ്പം എനിക്ക് ഓർമ്മയില്ല, ആ പ്രൊഫൈൽ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. വളരെയധികം മനോഹരമായിട്ടുള്ള ആൾക്കാരാട്ടോ. ഇത്രയും 1.5 മണിക്കൂർ എന്താ പറയുക വൈകിപ്പിച്ചിട്ടും ഒരു മുഖമൊന്നും കറുപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായത് വളരെയധികം മാന്യമായിട്ട് തന്നെയാണ് അവർ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. വളരെയധികം സംഭവം ബഹളമായിട്ട് തന്നെ നമ്മൾ ഹാഫ് കൈയാട്ടോ ചെയ്യാൻ പോകുന്ന, 2 കൈയും ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ ചടപ്പാണ്. കാരണം അവരെ വെയിറ്റ് ചെയ്യിപ്പിച്ചല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കിപ്പോഴും ചടപ്പാണ് അതിനെക്കുറിച്ച് പറയുമ്പം. എനിവേ എന്തായാലും അതിൻ്റെ ദേഷ്യമൊന്നും അവർ കാണിച്ചിട്ടില്ല. മനോഹരമായിട്ട് ഇട്ട് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാനിവിടെ നടുവേനയും കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പിന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തലേ ദിവസമാണ് എല്ലാ പ്രശ്നങ്ങളോടും ഒരുമിച്ച് വരുന്നത്. നമ്മൾ ഈ ഡാൻസ് പഠിക്കാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ വേറെ കുറേ ഡാൻസിലുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഓരോരോ പ്രശ്നങ്ങൾ. എന്താണെന്നറിയില്ല, യൂണിവേഴ്സ് ഇങ്ങനെ പണിക്ക് മേലെ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ വേദനയും. സാധാരണ എന്ന് വെച്ചാൽ എനിക്ക് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വരുന്നതാണ്. അപ്പം ഞാൻ ഈ വോളിനി അടിക്കും, പിന്നെ ഞാനിവിടുത്തെ ഹോമിയോ മരുന്ന് കഴിക്കും, എന്തിനൊന്നും അമ്മയൊന്ന് തടവി തന്നു കഴിഞ്ഞാൽ ഞാൻ നല്ല ആശ്വാസം വരുന്നതാണ്. പക്ഷെ ഇത് എന്ത് ചെയ്തിട്ടും മാറുന്നില്ല. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നേരം ഇരുന്ന് സ്ട്രെയിൻ ചെയ്ത് ചെയ്തപ്പം നല്ല പണി കിട്ടിയതാണ്. അപ്പം മിച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ അമ്മ പറഞ്ഞു അവർക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ പോയിട്ട് അവർ ഇഞ്ചക്ഷൻ എടുത്തു, നടുവിനൊരു ഇഞ്ചക്ഷൻ എടുക്കും. പിന്നെ എന്താ ആൻറ്റിബയോട്ടിക് എന്നല്ല പറയുക, എന്താ പറയുക, ആ സാധനവും തരും കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു 2 ദിവസം കഴിക്കാൻ തരും, അപ്പോഴേക്കും മാറും. അതായത് ഇഞ്ചക്ഷൻ എടുത്താൽ തന്നെ വളരെയധികം മാറ്റം ഉണ്ടാവും എന്ന് പറയും. കാരണം നമുക്ക് പെട്ടെന്നൊരു റിലീഫ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ താറാവായ ഞാൻ എങ്ങനെയൊക്കെയോ കൂടി ഇങ്ങനെ നെരങ്ങി കാറിൽ കയറാനും കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ കൂടി നെരങ്ങി കയറി നമ്മുടെ തൊട്ടടുത്തൊരു PI ഹോസ്പിറ്റലുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയി അവർ ഇഞ്ചക്ഷനൊക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഞാനിങ്ങനെ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു, അല്ല ഡാൻസിങ്ങനെ ഇതെടുത്തു കഴിഞ്ഞാൽ, കാരണം എന്നോട് പറഞ്ഞത് ഈ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ
പെട്ടെന്ന് തന്നെ വേദന മാറും, മര്യാദക്ക് നടക്കാം, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ആ ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഓക്കെ കുഴപ്പമില്ല ഡാൻസ് കളിക്കണം, ഡാൻസ്. കാരണം എൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് ഡാൻസ് കളിക്കണം എന്നാണ്. കാരണം നമ്മൾ ഈ എൻട്രി ഡാൻസും ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെ എൻട്രി ഡാൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിലൊക്കെ ഉണ്ട്. അതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ കുഴപ്പമില്ല, ഈ ഇഞ്ചക്ഷനൊക്കെ മാറല്ലോ എന്ന് വെച്ചാൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷെ ഞാനത് ചോദിച്ചു, ഡോക്ടർ പറഞ്ഞു ഇല്ല പറ്റില്ല, കളിക്കാൻ പറ്റില്ല. അത് അവിടെ വെച്ച് എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്കിങ്ങനെ എൻ്റെ ഹൃദയം ഇങ്ങനെ തകർന്നിങ്ങനെ നുറുങ്ങി കുറേ പീസുകളൊക്കെ എന്ന് പറയില്ലേ, അമ്മാതിരി ഒരു വേദന വന്നു കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞു സാറില്ല, നമുക്ക് നോക്കാം, എന്തായാലും നോക്കാം, ഇനിയിപ്പം ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എന്താ വരുന്നിടത്ത് വെച്ച് കാണാം. അങ്ങനെ വെച്ചിട്ട് ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അവരെ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോയി. അങ്ങനെ പോയപ്പോഴാണ് ഫ്രണ്ട്സ് 2-3 പേര് കൺഫേം ആക്കിയത്, ഇല്ല കളിക്കാൻ പറ്റില്ല, സീനാണ്. പിന്നെ അതുപോലെ തന്നെ മിച്ചുവിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവിടെയും ഇതേപോലെ കുറച്ച് സീൻ കിട്ടി, അവർക്ക് കളിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിപ്പോയി. അവരെ കുറ്റമല്ല, പക്ഷെ സിറ്റുവേഷൻ അനുസരിച്ച് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഭയങ്കര ഒരു അവസ്ഥയായിപ്പോയി. അപ്പോൾ ഈ 2 പേര് കണ്ടില്ലേ, നോമിൻ്റെ കസിൻസാണ്, ഇവരാണ് മുന്നിട്ട് ഇറങ്ങിയത്. കുഴപ്പമില്ല, ഈ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഡാൻസ് അവിടെ ഇവിടെയൊക്കെ കളിക്കുക എന്നുള്ള രീതിയിൽ വന്നിട്ട് ഈ പാവങ്ങളുടെ തലയിലേക്ക് ഞാൻ ഇട്ടിരിക്കുകയാണ് അടുത്തൊരു ഡാൻസും കൂടിയിട്ട്. പക്ഷെ അവർ വളരെയധികം മാന്യമായിട്ട് പെട്ടെന്ന് തന്നെ പഠിച്ചുട്ടോ. അങ്ങനെ ഡാൻസൊക്കെ ഏകദേശം സെറ്റായി. അത് ഞാനില്ലെങ്കിലും, അപ്പം ഞാൻ കളിക്കുന്നില്ലെങ്കിലും കുഴപ്പമില്ല, ആൾക്കാരുണ്ട്, ഡാൻസ് കളിക്കാൻ ആൾക്കാരുണ്ട്, എൻട്രി ഡാൻസ് ആണെങ്കിലും ആൾക്കാരുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ഇപ്പം. അപ്പം ഞാനിങ്ങനെ ഈ താറാവ് പോസ്റ്റർ മാറ്റിയിട്ട് ലേശം ഇങ്ങനെ ഒന്ന് അനക്കാനും പിടിക്കാനൊക്കെ പറ്റുന്നുണ്ട് എനിക്ക്. പക്ഷെ എന്നാലും എനിക്ക് തന്നെ അറിയില്ല കളിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്നാൽ പിന്നെ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് എൻഗേജ്മെൻറ്റിന് മര്യാദയ്ക്ക് ഒന്ന് നടന്ന് ചെയറിലേക്കെങ്കിലും ഇരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നുള്ള അവസ്ഥയുടെ ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാനിങ്ങനെ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഡാൻസ് കാണുന്നുണ്ട്, പിന്നെ സോങ് മിക്സ് ചെയ്യുന്നു, മിച്ചുവിൻ്റെ മെഹന്തി നോക്കിയിരിക്കുന്നു, അങ്ങനെയൊക്കെ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കാൻ നോക്കുകയാണ്. ഒരാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ പണി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എപ്പോഴും എല്ലാ പ്രാവശ്യവും എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അനാവശ്യമായിട്ട് സമയം സന്ദർഭം നോക്കാതെ ഓരോന്ന് കാര്യങ്ങൾ ചെയ്തു വെക്കുന്നത് എൻ്റെ ചെറുപ്പം മുതലേ ഉള്ളത്. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അടിച്ചേൽപ്പിച്ച കാര്യമാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം വേദനയുണ്ട്, നല്ല വേദനയുണ്ട്, നല്ല സങ്കടമുണ്ട്, ടെൻഷൻ നല്ല രീതിക്കുണ്ട്, എല്ലാം കൊണ്ട് നോമുതാ കിടക്കാൻ പോവുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നല്ലേ, അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഞാൻ അടുത്ത ബ്ലോഗിലായിരിക്കും ഇതൊക്കെ പറയാൻ പോകുന്നത്. പ്രീ എൻഗേജ്മെൻറ്റ് ഹംഗാമ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒരു ഒന്നൊന്നര ദിവസങ്ങളായിരുന്നു കേട്ടോ ഈ പ്രീ എൻഗേജ്മെൻറ്റ് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക, അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു മാരണം എൻ്റെ തലയിലല്ല നടുവിൽ വന്ന് വീഴുക, എല്ലാം കൂടി നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ നമ്മുടെ എൻഗേജ്മെൻറ്റ് ദിവസത്തിനെ കുറിച്ച് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ടു ബി കണ്ടിന്യൂഡ്.